back my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ലോങ് വീഡിയോ ഇടാം. വലിയ കണ്ടന്റ് ഒന്നുമില്ല. എന്താണ് ആദ്യ കണ്ടന്റ്? നാളെ ഇട്ടത്തെ ടൂറാണ്. അപ്പം അതിലുള്ള കുറച്ച് തയ്യാറെടുപ്പുകളാണ്. അപ്പം വേണമെങ്കിലൊരു പാക്കിംഗ് ഒക്കെ പറയാം. വലിയ പാക്കിങ്ങൊന്നുമല്ല, ചെറുതായിട്ട് ടീച്ചർ കൊണ്ടുപോകാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ ബാഗിൽ എടുത്ത് വെക്കുന്നതിനാണ് ഞാനിപ്പോൾ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരെ എന്തായാലും വീട്ടിലേക്ക് പോകാം. പിന്നെ പർച്ചേസിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതും കൂടി ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഹലോ ഗൈസ്. അപ്പോൾ ഗൈസ് അങ്ങനെ നമുക്ക് ഞാൻ റൂമിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങൾ ഫസ്റ്റ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അത് മടക്കിയിട്ട് വെക്കാം. ഫസ്റ്റിന് 100 rupees. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ചോക്കോപ്പൈ ഉണ്ട്. പിന്നെ അമ്മയ്ക്ക് കുറച്ച് ബബ്ലഗും പിന്നെ കുറച്ച് ബൊമ്പൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കുറേ ഉണ്ടൊക്കെ, കുറച്ചല്ല കുറേ. അതെ, അങ്ങനെയാണ്. അതായത് ഇതിലും കുറേ ഉണ്ട്. ഞാൻ കാണിച്ചത്. ഓക്കെ, അങ്ങനെ കുറച്ചൊന്നും ഇതോട്ടേക്ക്. ഓക്കെ, അങ്ങനെ കുറച്ച് ക്യാൻഡീസ്, കുറച്ച് ക്യാൻഡീസ്. അപ്പം കുറേ ഇതൊക്കെ ഇതെല്ലാം ഉണ്ടായിന്. കണ്ടപ്പോൾ തന്നെ പിന്നെ ആർക്കാരും കൊതിയാവുമല്ലോ, അപ്പം അങ്ങനെ തിന്നു. പിന്നെ 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 നമ്മളെ മെയിൻ സാധനം ഇതാണ്. നമുക്ക് ഛർദ്ദിക്കാൻ ഉള്ളതാണ്. പിന്നെ നമുക്ക് രണ്ടെണ്ണം നല്ല ചെറുതൊന്ന് എന്തിനാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഡ്രസ്സ് ഇതിലേക്ക് ഇടണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ചോർത്തുണ്ട്, നമ്മുടെ ബാത്ത് ടവല്, പിന്നെ നമ്മുടെ ഷൂട്ട്സ് ചിലപ്പം മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. പിന്നെ മെയിൻ സാധനമായ ജേഴ്സി. ഇതിട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം. എടുത്താപ്പം കാത്ത ജീൻസ് ബാഗി പാൻറ്റാണ് ഉണ്ടാക്കിയത്. പിന്നെ ജേഴ്സി ഷാൾ എടുക്കാം. അപ്പം ജേഴ്സി ഷാളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ യൂണിഫോം ഉണ്ട്. യൂണിഫോം അപ്പുറമുള്ളത് അപ്പോഴത്തെ എടുക്കാം. അപ്പം നമുക്ക് ഇപ്പം മടക്കി വെക്കാം. ഗൈസ് അല്ലാതെ മടക്കി വെക്കാം. ഞാൻ ജീൻസ് അപ്പം നല്ല വൈബാക്കണമെന്നെല്ലാം ഉണ്ട്. വൈബാക്കും. നമുക്ക് ഞാൻ ആദ്യം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോൾ നോക്കിയാലും വിസ്മയ മാത്രമേ ഉണ്ടായിട്ടു. പക്ഷെ വിസ്മയിൽ എത്ര പോയാലും പിടിയില്ല വേറെ കാര്യം. പിന്നെ എന്താ പറയുക, ഇപ്പം വീലാൻഡ് വന്നേ പിന്നെ ആദ്യക്ക് ഇക്കൊല്ലം വീലാൻഡിലാണ് കേട്ടോ. തിങ്കളാഴ്ച ആദ്യം പോകും, നാളെ ഞാൻ പോകും. അതിനുള്ള പാക്കിംഗ് വീഡിയോ വരും കേട്ടോ. അതിൻ്റെയും വരും ഗൈസ്. അപ്പം പ്രശ്നമില്ല, രാവിലെ തന്നെ എടുക്കാമല്ലോ. ഞായറല്ലേ തലേദിവസം. ഇത് നമുക്ക് രാവിലെ എടുക്കാൻ പറ്റും. നമ്മൾ ഇന്ന് സ്കൂളിൽ നിന്ന് പോയിട്ടില്ല ഗൈസ്, കാരണം ഞമ്മ ഉമ്മമാൻ്റെ വെക്കേണ്ടതാണ്. അപ്പം ഇന്നെൻ്റെ അനിയൻ ടൂർ പോയി. അനിയൻ 5ാം ക്ലാസ്സിലാണ്. അപ്പം അനിയൻ ടൂർ പോയി. പിന്നെ ഇച്ചാക്ക് ടൂറില്ല. പിന്നെ എന്താ പറയുക, അപ്പം നമുക്ക് 3 ദിവസം സ്കൂളില്ല. മറ്റന്നില്ല. അല്ല, ഇന്ന് പോയിട്ടാ. നാളെ ഇല്ല, മറ്റന്നില്ല. നാളെ ഉണ്ടല്ലേ. ഓക്കെ, ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനത്തെ ജീൻസ് പാൻറ്. ഇത് കഴിയുന്നത്രയും ചെറുതാക്കണം. സോറി ഗൈസ്, ഇത് നമുക്ക് നാളെ ഇടാനുണ്ട്. നമുക്കിത് മടക്കിയിട്ടിട്ട് വെക്കാം. പിന്നെ ഒരു പാൻറ്റാണ്. ഞാൻ പാൻറ്റ് മടക്കി. അപ്പം പാൻറ്റ് ഞാനിവിടെ പുതപ്പ് മടക്കി വെച്ചിട്ട് പറയാറ് ബാറ്റ പോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത്തത്തെ ഷോർട്സാണ്. പിന്നെ ഇതാണ് കേട്ടോ ബാഗ്.
പതപ്പ് പതപ്പ് തന്നെ ജേഴ്സിൻ്റെ തന്നെ പാൻറ്റാണ് ഇടുന്നത്. നമുക്ക് എന്താ പറയുക സ്പോർട്സ് ഡാൻസിന് ഉണ്ടായതാണ്. അപ്പം ഇത് മടിക്കും. ജേഴ്സി ഞാൻ ഫസ്റ്റ് എക്സ്പെക്റ്റ് ആക്കിയത് ഇതല്ല, പിന്നെ എനിക്ക് മറ്റേത് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പാക്കറ്റ് ഇട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല വാങ്ങണ്ടേ. എൻ്റെ ജേഴ്സി നോക്ക് ഗൈസ്. ഇത് അതൊക്കെ ഇതാക്കിച്ചതാണ്. പക്ഷെ ഹാദിക്ക് സ്കൂളിൽ പോകുമ്പോൾ ജേഴ്സിയിലുണ്ട് കളർ ഡ്രസ്. നമുക്ക് ബുധനാഴ്ചത്തെ ഡ്രസ്സ് ഉണ്ട്, നമുക്ക് വേറെ യൂണിഫോം. പിന്നെ എന്നിട്ട് തിരിച്ചു വരുമ്പോൾ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വരും. ശരിക്കും ഇവിടെ അങ്ങനെ വേണ്ടതാണ്, പക്ഷേ എന്താ പറയുക നമുക്ക് വൈറ്റ് യൂണിഫോം ആയതുകൊണ്ട് തന്നെ അങ്ങനെയല്ല. ദുർഗ ഞാൻ റൊണാൾഡോൻ്റെയാണ് ഗീസ് എടുത്തത്. അതൊരു മെസ്സിൻ്റെ എടുത്തത് ഫസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് മെസ്സിനെ എനിക്ക് റൊണാൾഡോനെ മതി, പിന്നെ റൊണാൾഡോൻ്റെ എടുത്തത്. അപ്പം ഇങ്ങനെയൊന്നും എടുക്കും. ഞാൻ കുറേ കാലമായി ലോങ് വീഡിയോ ഒന്നും ഇടാത്തത്, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത് അത്ര ലോങ് ആവുമെന്നും വിചാരിക്കണ്ട ഗൈസ്, കാരണം ഇത് അതിലത്ര സാധനങ്ങളും ഒന്നുമില്ല. 4ാം ക്ലാസ്സിൽ ആണെങ്കിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ട് നോക്കാൻ, മീൻസ് ഞാൻ കുറേ ക്യാൻഡീസൊക്കെ ആണ്. പിന്നെ ഞാൻ ഇതിൽ അത് ഓവർ ക്യാൻഡീസായിട്ട് എന്താ പറയുക ചിലപ്പോൾ ടീച്ചർ ഈ സ്കൂളിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ദുർഗന്ന് ഫസ്റ്റ് ടൈമാണ് ടൂർ പോകുന്നത്. അപ്പം ആദ്യം എല്ലാ കൊല്ലം ഡാൻസ് കളിക്കാറുണ്ട്, പക്ഷെ ടൂർ പോക്കില്ല. ഞാൻ എല്ലാ കൊല്ലം ടൂർ പോക്കുന്നുണ്ട്, പക്ഷെ ഡാൻസ് കളിക്കില്ല. അപ്പം ഞാൻ പിന്നെ ലാസ്റ്റത്തെ കൊല്ലം ടൂറും പിന്നെ ഡാൻസും കളിച്ചു. അപ്പോൾ ഈ കൊല്ലം ആദ്യം ഡാൻസും കളിച്ചിന്, ഇപ്പോൾ ടൂറും പോലെ. പിന്നെ അടുത്ത കൊല്ലം ഹാദി എത്രയിലാണ് ഹാദി 4 കൂടി കഴിഞ്ഞാൽ പിന്നെ ഹാദി സ്കൂളിലില്ല ഗേൾസ്. സ്കൂളിലോട് വീട് പറയും. ഞാൻ ആദ്യം തന്നെ ജേഴ്സി ഷോൾ എടുത്തിട്ടാണ് അപ്പുറം. ഓക്കെ, അപ്പം ഈ ഒരു ബാഗിലാണ് ഞാൻ ടോട്ട് ബാഗ് എടുക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ടോട്ട് ബാഗ് വേണ്ടെന്ന് വിചാരിച്ചു. ഒന്നാമത് എനിക്ക് പേടിയാണ് ടോട്ട് ബാഗ് ഇട്ടിട്ട്, പക്ഷേ ഇതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ, മീൻസ് ഞാൻ കംഫർട്ടബിൾ. അപ്പം നമുക്ക് ഇത് അതിലേക്ക് വെക്കാം. നമുക്ക് ഈ തുണി സാമഗ്രികൾ ശരി നമുക്കിത് ഫസ്റ്റ് ബാത്ത് ടൗബിലേക്ക് വെക്കാം. പിന്നെ നമ്മുടെ ജേഴ്സി ഷാപ്പ് ഒക്കെ നോക്കാം, അതൊന്ന് മാറ്റാം. പിന്നെ നമ്മളെ പാൻറ് ഉള്ളിലുണ്ട്. ആ പാൻറ് അയ്യോ ഷോർട്സ് ഒന്നും വേണ്ട, പാൻറ് ഉള്ളിലുണ്ട്. അപ്പം ഇത് എടുത്തേക്കാണല്ലോ. ആ പിന്നെ യൂണിഫോമിൻ്റെ യൂണിഫോമിന് പിന്നെ നമ്മളെ എന്താ പറയുക കൊട്ട കവർ നല്ല നല്ല കവറാണ്. ചെറിയ കവറിലേക്ക് കിട്ടോ. എല്ലാം നീ എന്നെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് കേൾക്കുന്നുണ്ട്. കവർ ഇട്ടോ, അത് ബാക്കില് വേറൊന്നുമില്ല, അതുകൊണ്ട് തന്നെ. അപ്പം ഇതിലേക്കാണ് നമുക്ക് ക്യാൻഡി ഇടാം. ക്യാൻഡി ഇതിൽ പിന്നെ ഇതിൽ നമുക്ക് യൂണിഫോം ഇടാനുണ്ട്. പിന്നെ ജേഴ്സി ജോബ് കൂടാതെ തന്നെ ഒരു ജോബ് എടുക്കണം, കാരണം അല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ എടുക്കുമ്പോൾ ജേഴ്സി ജോബ് ഇട്ടാൽ എന്താ പറയുക ഹിജാബ് ഉണ്ടല്ലോ ഇപ്പോൾ. ചണ്ടിയിലെ ഹിജാബ് ഇടാൻ പറ്റില്ലല്ലോ. ഇതെടുക്കാൻ അതുപോലെ ബ്ലാക്ക് ജേഴ്സി എടുത്തോ. ജേഴ്സി ഹിജാബ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ബ്ലാക്ക് കളർ ഷാൾ എടുക്കാം. ചിലപ്പോൾ ഇടൂല കേട്ടോ, ചിലപ്പോൾ ഇടും കേട്ടോ, ചിലപ്പോൾ ഇടൂല. ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഒന്നും ഇടാൻ ബാഗിലൊന്നും ഇടാനില്ല, അങ്ങനെയാണ്. പിന്നെന്താ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ വിചാരിച്ച് ആ ചോക്ലേറ്റ്സ് എല്ലാം
ദീപാവലിക്ക് ഫ്രണ്ട്സിന് കൊടുക്കാമെന്ന് വിചാരിച്ച് ക്ലാസ്സിന് ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട്. അപ്പം അതിനോട് തന്നെ ഞാനിപ്പോൾ ഇതാക്കുന്നില്ല. പിന്നെ ഇതാണ് നമ്മൾ ഇന്നലെ മുട്ടുന്തലം മുഖം ഉറുസിന് പറയണേ. അവിടെ നിന്ന് നമുക്ക് മന്ത്രിച്ച തേങ്ങ കിട്ടി. അത് ഞാൻ മറ്റേ ബുക്ക് എടുത്തിട്ടാണ്. ആ ബുക്ക് ഞാൻ വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ എടുത്തിട്ട് വാ മറ്റേ ഹിജറ പക്ഷേ ഞാൻ വിചാരിച്ച് ബാപ്പ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പാടും. മീൻസ് ബാപ്പ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ പറ്റും. ഉമ്മ പിന്നെ നമ്മളെ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ട് ആ ബുക്ക് നമ്മളെ ഭാഗത്തേക്ക് ചെറിയ ബുക്കേ വന്നിട്ടുണ്ടായിട്ട് അത് സഹാബികളാണ്. അപ്പോൾ ബാപ്പ ഉണ്ടെങ്കിൽ ബാപ്പയോട് പറയണമെന്നല്ല വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് ബാപ്പ വന്ന് അറിഞ്ഞിട്ടുണ്ടായിട്ടാ. ഞാൻ ഇന്ന് പേർക്ക് വന്നിട്ട് ഇങ്ങനത്തെ നോക്കുമ്പോൾ ആ ബുക്ക് എനിക്ക് സന്തോഷമായി. ഞാൻ വായിക്കണമെന്ന് വിചാരിച്ചിട്ട് സർപ്രൈസായിട്ട് കിട്ടുമ്പോൾ ഇതാണ് ഗൈസ് ഹിജറ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവില്ല, മറിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരാക്കി കാണിച്ചു. ഇതാണ് ഗൈസ് ഹിജറ പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കുനാഫ ഹബിൽ പോവാണ്. ഇങ്ങനെ വെച്ചാൽ കുനാഫ കഴിക്കാൻ തോന്നി. അപ്പം മണ്ണാക്കിയിട്ട് എനിക്ക് ഇങ്ങനെ കുനാഫ കഴിക്കാൻ പോകാൻ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ പോവുകയാണ്. നമ്മൾ റിക്ഷയിൽ കൂടെ പോകുന്നത്. ഇതാ നമ്മൾ അവിടെ എത്താൻ ചെന്നപ്പോൾ ഞാൻ വേഗം കുനാഫ കഴിച്ചിട്ടാണ് ഇതാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഇത് പേരൊക്കെ ഓർമ്മയില്ല, ഇതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇത്രയും ചോക്ലേറ്റും പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ ലിപ് ബാം, കോമ്പാക്റ്റ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.